നമസ്കാരം. ഇന്ന് ഞാൻ വന്നത് കുറച്ച് നമ്മുടെ അകത്തളങ്ങളെയും കൂടി ഇന്റീരിയറിനും കൂടി പറ്റിയ രണ്ട് ചെടികളെ കുറിച്ച് പറയാനും കൂടിയാണ് കേട്ടോ. അങ്ങനെയുള്ള രണ്ട് ചെടികൾ നമ്മുടെ പച്ചക്കറികളിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം, വീഡിയോ ഭംഗിയാക്കാം. അതിനായിട്ടുള്ള രണ്ട് ചെടികളും അതിൽ നിന്നുള്ള ഒരു റെസിപ്പിയുമാണ് വന്നിട്ടുള്ളത്. ഇതാണ് മലബാർ സ്പിനാച്ച് എന്ന് വിളിക്കും. മലബാർ സ്പിനാച്ച് എന്നോ വള്ളിച്ചീര എന്നോ വാൾച്ചി ബാജി എന്നൊക്കെയാണ് മഹാരാഷ്ട്രൻസ് വിളിക്കുന്നത്. ഇതുകൊണ്ടുള്ള ഒരു കറിയുമുണ്ട്. ഇതെങ്ങനെയാണ് മുളപ്പിച്ചെടുക്കാമെന്നും കൂടി നോക്കാം. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ മലബാർ സ്പിനാച്ചാണ്. വാൾച്ചി ബാജി നാട്ടിൽ കിട്ടുന്നതിന് ഈ തണ്ട് ഗ്രീൻ അല്ല റെഡും കിട്ടുന്നുണ്ട്. രണ്ട് തരത്തിലുള്ളത് കിട്ടും കേട്ടോ. അപ്പം നമ്മളിതിലുള്ള ഇലയാണ് ഞാൻ കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇലയും പിന്തായിട്ടുള്ള തണ്ടുമാണ് കുക്ക് ചെയ്യുന്നത്. കനമുള്ള തണ്ടിനെ നമുക്ക് അടുത്ത ചെടിയായിട്ട് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാം. അപ്പം നമുക്കിത് കിച്ചണിലൊക്കെ ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാണുമ്പോൾ തന്നെ നമുക്കൊരു കുളിർമയൊക്കെ കിട്ടും കണ്ണിന്, അല്ലേ? നല്ല പച്ചപ്പൊക്കെ കിച്ചണിലുണ്ടെങ്കിൽ. അപ്പം ഇതാ ഞാനിങ്ങനെ നല്ല കനമുള്ള തണ്ടുകൾ, കുറച്ച് മൂത്ത തണ്ടുകളൊക്കെ എടുത്ത് ഒന്നും കൂടി എടുത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തണ്ടുകളെ എടുത്ത് വെള്ളത്തിലിട്ട് വെക്കാം. അപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചാൽ ഇതിൽ നിന്ന് തന്നെ വേര് വരും. അപ്പോൾ നമുക്കിതിനെ എടുത്ത് ഒരു 2 ആഴ്ചയാകുമ്പോഴേക്കും തന്നെ 1 മുതൽ 2 ആഴ്ചയാകുമ്പോഴേക്കും ഇതാണ് എൻ്റെ ചെടിയുടെ വളർച്ച. ഇതിൽ ഇലയൊക്കെ വന്നിട്ടുണ്ട്. ഈ ഇല വേണമെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യാൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതിനെ മണ്ണിലേക്ക് ഇറക്കി വെച്ചാൽ വലിയ ചെടികളായിട്ട് മാറുകയും ചെയ്യും. ഇത് വിത്തുള്ള ഭാഗമാണ് കേട്ടോ. അപ്പം ഞാൻ വിത്തൊക്കെ ഒന്ന് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇത് വിത്ത് മുളയ്ക്കുമോ എന്ന് എനിക്കറിയില്ല, ഞാൻ അതും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇപ്പം ഞാനിത് വെള്ളത്തിലാണ് ഇറക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടുള്ളൊരു കറിയാണ് ഇത്. ഒരു ബ്ലാക്ക് ഐ ബീൻസും വാൾച്ചി ബാജിയും കൂടി ചേർന്നിട്ട് ഈ മലബാർ സ്പിനാച്ചും കൂടി ഉള്ള കറിയാണ്. ഈ മലബാർ സ്പിനാച്ച് കുറച്ച് കട്ടിയുള്ള ടൈപ്പ് ഇലയാണ് കേട്ടോ അതിൻ്റെ. അപ്പോൾ കറി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം നമുക്ക്. ഓയിൽ കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ, അതൊന്ന് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് നന്നായി പൊട്ടി വരട്ടെ. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും 2 ചുവന്ന മുളകും കൂടി അങ്ങോട്ട് പൊട്ടിച്ചിടാം നമുക്ക്. ഇനി അതിലേക്ക് ഒരു ഒനിയൻ ചോപ്പ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് തിന്നായിട്ടൊന്നല്ല സ്ലൈസ് ചെയ്തത്. 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് നന്നായി ഒന്ന് സോട്ട് ചെയ്ത് ഒന്ന് മൂത്ത് വരണം കേട്ടോ. അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക്. ഇപ്പം ഇതാ ഒനിയൻ്റെ കളറൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തക്കാളി, ഒരു ടൊമാറ്റോ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഒരുപാട് ചെറുതായിട്ടൊന്നുമല്ല കേട്ടോ കട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഒത്തിരി ഉണ്ടായാലും കുഴപ്പമില്ല. ഒരു പുളി ഉണ്ടാവണം ഈ കറിക്ക്. ഈ കറി നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. ഒരു 2 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ ടൊമാറ്റോ ഒക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കുറച്ച് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഗരം മസാല വേണ്ടവർക്ക് ഗരം മസാല ഇടാം. ഞാൻ മസാലകളൊന്നും ഇടുന്നില്ല. അതിനെ ജസ്റ്റ് ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മസാലയൊക്കെ അതിലേക്ക് പിടിക്കട്ടെ. ഇനി നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ ചീരയാണ് ഇട്ട് കൊടുക്കുന്നത്. മലബാർ സ്പിനാച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിന് നല്ല കൊഴുത്തിട്ടാണ് ഇരിക്കുക. പാലക്കിനേക്കാൾ കുറച്ചും കൂടി കൊഴുപ്പും കനവുമുള്ള ഇലയായിരിക്കും കേട്ടോ ഇത്. പക്ഷെ കാണാൻ നല്ല രസം ഉണ്ടാവും, കഴിക്കാനും നല്ലതാണ്. കോൺസ്റ്റിപ്പേഷനൊക്കെ വളരെ നല്ലതാണ്. അത്രയും നമ്മുടെ ഇതടങ്ങിയതാണ് കേട്ടോ, നാരുകൾ അടങ്ങിയതാണ്. ഇതിനെ ഒന്ന് നമുക്ക് 5 മിനിറ്റ് അടച്ചു വെക്കാം. ഇതൊന്ന് കുക്കായിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി പ്രോട്ടീനും കൂടി ആഡ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് 1 കപ്പ് ബ്ലാക്ക് ഐ ബീൻസ് വേവിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ഇങ്ങനെ തന്നെ അടച്ചു വെച്ചിട്ട് ഡ്രൈ ആയിട്ട് കറിയായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം, തോരൻ പോലെയോ കഴിക്കാം. ഞാൻ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനെ ഒന്ന് ചോറിൻ്റെ കൂടെ ഉണ്ണുന്ന പോലെ ഊണിനുള്ള കറിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ഇത് 5 മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നല്ലോണം ഉപ്പും മുളകും എരിവും ഒക്കെ ഇതിലേക്ക് നന്നായി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ കറി സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഹെൽത്തി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. ബ്ലാക്ക് ഐ ബീൻസും വളരെ സോഫ്റ്റ് ആയിരിക്കും. അപ്പം കറിയൊക്കെ റെഡി. അപ്പം നമുക്ക് 2 in 1 ആണ് അല്ലേ ഈ വാൾച്ചി ബാജി മലബാർ സ്പിനാച്ച് എന്ന് പറയുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയും കിട്ടും, നമുക്ക് വീടിൻ്റെ ഇൻറ്റീരിയർ ഭംഗിയാക്കാനുള്ള ഒരു ചെടിയും കിട്ടും. അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്ത ചെടി നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ കൊണ്ടാണ് കേട്ടോ. ചക്കരക്കിഴങ്ങിനെയാണ്. ഞാൻ അതിനെ 2 പീസായിട്ട് ഇതങ്ങനെ നടുവേ കട്ട് ചെയ്തിട്ടുണ്ട് ഒരെണ്ണത്തിന്. എന്നിട്ട് ഇതുപോലെ അങ്ങോട്ട് ഒരു 2 ആഴ്ചയോളം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. 2 ടൂത്ത് പിക്ക് സൈഡിൽ കുത്തണം. എന്നിട്ട് ഇതിനെ പകുതി ഇറക്കി വെക്കാം. അപ്പോഴാണ് നമുക്ക് വേര് വരുള്ളൂ. വേര് വന്ന് ഇങ്ങനെ നല്ല ഇൻറ്റീരിയറിനെ ഭംഗിയാക്കുന്ന അടുത്തൊരു ചെടി കൂടി നമുക്ക് കിട്ടും. അധികം പൈസയൊന്നും ചിലവില്ലാതെ തന്നെ കണ്ടോ ഇതിൽ നന്നായിട്ട് വേരൊക്കെ മുളച്ചു. 2 ആഴ്ചയൊക്കെ കഴിയട്ടോ. കുറച്ച് ടൈം എടുക്കും ഇത് അടിയിലേക്ക് വേര് മുളയ്ക്കാനായിട്ട്. ഫുള്ളായിട്ട് ഒരെണ്ണം ഇടുകയാണെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് നല്ലൊരു
ചെടി കിട്ടും വീട്ടിൽ. ഇത് കണ്ടോ, അടിയിൽ നല്ലോണം വന്നിട്ടുണ്ട്. അതിൻ്റെ വേറെ പീസിൽ വേര്. ഇതിനെ നമുക്ക് നല്ലൊരു പോട്ടിലേക്ക് വേണമെങ്കിൽ ഇറക്കി വെക്കാം. എവിടെയും കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നല്ല ഇൻറ്റീരിയറിൽ നല്ല ഭംഗിയുള്ളൊരു ചെടിയായിട്ട് മാറും. ഇത് ഞാൻ ഒരു സ്വീറ്റ് പൊട്ടറ്റോ ഫുള്ളായിട്ടതാണ് കേട്ടോ. ഇതിങ്ങനെ വളർന്ന് വലുതായതാണ്. ഇതിൽ യെല്ലോ ലീവ്സ് വരുമ്പോൾ അത് കളഞ്ഞ് ബാക്കി ഭാഗം കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഇൻറ്റീരിയർ പ്ലാന്റും കൂടി കിട്ടും. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇനിയും ഇങ്ങനത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് വീണ്ടും കാണാം, റെസിപ്പീസുമായിട്ട്. ബൈ, താങ്ക് യു.